നമസ്കാരം. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ കൂടുതൽ പ്രശ്നകലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ജോയിൻറ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC എന്ന സംഘടന കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ, പ്രധാനമായും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ എന്നുള്ളതാണ് പ്രഖ്യാപനം. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാൻ സൈന്യം തന്നെയാണെന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ വലിയ പ്രക്ഷോഭങ്ങൾ ആ പ്രദേശത്ത് നടത്തുകയാണ്. പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ട് പ്രദേശം ചുറ്റിപ്പറ്റി വലിയ ജനപങ്കാളിത്തമാണ് അതിലുണ്ടാകുന്നത്. പെൺകുട്ടികളും സ്ത്രീകളും, പ്രായമായ സ്ത്രീകളും ചെറിയ കുട്ടികളും എല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അടിസ്ഥാനപരമായി പാക് അധിനിവേശ കാശ്മീരിൽ അവർക്ക് കൂടുതൽ സ്വയംഭരണാവകാശം വേണം, അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 12 നിയോജക മണ്ഡലങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ളൊരു ആലോചന പാക് ഭരണകൂടത്തിൻ്റേതായിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഈ കഴിഞ്ഞ ദിവസം RPയുമായിട്ടുള്ള ചർച്ചയിൽ RP വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് കശ്മീരികളുടെ ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കി ഒരു പഞ്ചാബി അധിനിവേശം, പഞ്ചാബി മുസ്ലിങ്ങളുടെ ഒരു അധിനിവേശം നടത്തുവാനായി ഏറെക്കാലമായി പാകിസ്ഥാൻ സൈന്യം ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ള കശ്മീരികളാണിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധം കൂടുതൽ രൂക്ഷമായ രൂപം കൈക്കൊള്ളുകയാണ്, രൗദ്രമായ രൂപം കൈക്കൊള്ളുകയാണ്. ഇപ്പോൾ തന്നെ നിരവധി ആളുകളെ, ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 20-30 പേർ മരിച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒരു 1000-ത്തിനടുപ്പിച്ച ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരും പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു കണക്ക് ലഭ്യമല്ല. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, നിരവധി ആളുകൾ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്, നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. എന്നാലും ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. എന്ന് തന്നെയല്ല, ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൂടുതൽ രൗദ്രഭാവം കൈക്കൊള്ളുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് ഉച്ചസമയത്ത്, ജൂൺ 23 ഉച്ചസമയത്തോടു കൂടി പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം, ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. 24 മണിക്കൂറുകൾക്കുള്ളിൽ പാക് അധിനിവേശ കാശ്മീർ വിട്ട് പാകിസ്ഥാൻ്റെ സൈന്യം പുറത്തു പോകണം. ഇല്ല എങ്കിൽ പ്രക്ഷോഭം അക്രമത്തിലേക്ക് കടക്കുകയും നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമെന്ന പരസ്യമായൊരു അന്ത്യശാസനം, വെല്ലുവിളി എന്ന് തന്നെ വേണമെങ്കിൽ കണക്കാക്കാവുന്ന തരത്തിലുള്ളൊരു അന്ത്യശാസനം പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ കശ്മീരികൾ നൽകിയിരിക്കുകയാണ്. ഇതാണ് പാക് അധിനിവേശ കാശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. ഈ സ്ഥിതിഗതികൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ യഥാർത്ഥ ഭരണാധികാരി ഫീൽഡ് മാർഷൽ അസീം മുനീർ, അദ്ദേഹമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഫലത്തിൽ ഭരിക്കുന്നത്. ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പദവി എന്താണെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. പ്രധാനമന്ത്രിയാണ്, എന്നാലും അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല എന്താണ് എൻ്റെ ജോലി എന്നുള്ളത്. അങ്ങനെ ഉള്ളൊരു കളിപ്പാവ് മാത്രമാണ്. യഥാർത്ഥ ഭരണാധികാരി അസീം മുനീറാണ്. അസീം മുനീർ പാക് അധിനിവേശ കാശ്മീരിൽ പ്രശ്നമാണ്, ഗിൽഗിസ്ഥാനിൽ പ്രശ്നമാണ്, ഖൈബർ പഖ്തൂൺഖ്വാസിൽ പ്രശ്നമാണ്, ബലൂചിസ്ഥാനിൽ ആകെ പ്രശ്നമാണ്. കാരണം സൈനികർ സഞ്ചരിക്കുന്ന തീവണ്ടികളെല്ലാം നിരന്തരമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾക്ക് വിധേയരായി നിരവധി സൈനികർ, ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 62ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു ബലൂച്ചികളുടെ ആക്രമണത്തിൽ. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഈ എല്ലാ പ്രദേശങ്ങളിലും നിരന്തരം ആക്രമണങ്ങളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും പുകഞ്ഞു കത്തി പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസീം മുനീർ സ്വിറ്റ്സർലാൻഡിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയായി കരാറിൽ ഒപ്പിടുന്ന മധ്യസ്ഥനായി എനിക്കും ഫോട്ടോ എടുക്കണമെന്നുള്ള രീതിയിൽ നടക്കുകയാണ്. ശരിയാണ്, പാകിസ്ഥാനാണ് ഇറാൻ അമേരിക്ക മധ്യസ്ഥ സമാധാന ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യം, മറ്റൊന്ന് ഖത്തറാണ്. പക്ഷേ അസീം മുനീർ അവിടെ കറങ്ങി നടക്കുകയാണ്. പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ വഷളായി വരികയാണ്, അതും പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീരിൽ. ഇന്ന് ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ, ഈ JAACയുടെ ഇത്തരമൊരു അന്ത്യശാസനം പുറത്തു വന്നതിനെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം ആ പ്രദേശത്ത് സൈനിക വിന്യാസം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുടെ ആശങ്ക, ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് നടന്നാൽ ഈ റാവൽകോട്ട് പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളുമായി നിരവധി ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരവിടെ വിട്ടുപോകുവാൻ തയ്യാറാകുന്നില്ല. അവർക്ക് നേരെ സൈനികമായൊരു ആക്രമണം ഉണ്ടായാൽ, വെടിവെപ്പോ മറ്റോ ഉണ്ടായാൽ നിരപരാധികൾ തൽക്ഷണം മരിച്ചു വീഴും, ഒന്ന് പ്രതിരോധിക്കുവാൻ പോലും കഴിയാതെ. പക്ഷേ ജനക്കൂട്ടം ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു കാര്യം, അവർ ഈ വളഞ്ഞു നിൽക്കുന്ന
ആളുകൾക്ക് പുറത്ത് ഇവരെ പിന്തുണയ്ക്കുന്ന പലരുമുണ്ട്. എത്രത്തോളം ശക്തികളുണ്ടെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് കണക്കാക്കുവാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ അവരിൽ നിന്ന് അനൗദ്യോഗികമായി നമുക്കറിയുവാൻ കഴിയുന്നത്. അത്തരമൊരു ശക്തി ഇവരെ പുറത്തു നിന്ന് വളഞ്ഞാൽ ഈ പറയുന്ന പോലൊരു പിൻസർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ, യഥാർത്ഥ സാങ്കേതിക പദമാണോ എന്ന് സംശയമുണ്ട്, പിന്നിൽ നിന്നൊരു ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടാകുകയും പാകിസ്ഥാൻ സൈന്യം ഉള്ളിലുള്ള ശക്തികളുടെയും പിന്നിലുള്ള ശക്തികളുടെയും ഇടയിൽപ്പെട്ടു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു നാണം കെട്ടൊരു പരാജയം ഉണ്ടാകാനില്ല. അതുകൊണ്ട് തന്നെ വളരെ സംഘർഷഭരിതമായൊരു സ്ഥിതിയിലൂടെയാണ് പാക് അധിനിവേശ കാശ്മീർ കടന്നു പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്ക് ഇതിൽ കാഴ്ചക്കാരൻ്റെ ഭൂമിക മാത്രമേ ഉള്ളൂ തൽക്കാലം. പാക് അധിനിവേശ കാശ്മീർ നമ്മൾ ഇങ്ങെടുക്കാൻ തീരുമാനിക്കുന്നത് വരെ. അപ്പോൾ തന്നെ ആർപിയുമായുള്ള ചർച്ചയിൽ ആർപി തീർച്ചയായും പറഞ്ഞിരുന്നു, അവിടുത്തെ ജനവിഭാഗത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പഞ്ചാബിവൽക്കരണം അവിടെ രൂക്ഷമായ സ്ഥിതിക്ക് കൃത്യമായിട്ട് ജിഹാദി മനസ്സുള്ള പഞ്ചാബി പാകിസ്ഥാനി മുസ്ലിങ്ങളെ സഹിക്കേണ്ടി വരും. രണ്ട്, കശ്മീരികൾ തന്നെ അവിടെ നിന്ന് വരുന്നവരിങ്ങോട്ട് ഏറെക്കാലമായി മതപഠനത്തിലൂടെ ഭാരതവിരുദ്ധത തലച്ചോറിൽ കുത്തിവെക്കപ്പെട്ടവരാണ്. ഇപ്പോൾ അവർ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭാരതം അവർക്ക് നല്ലതായി തോന്നുന്നു എന്നുള്ളതല്ലാതെ നാളെ അവർക്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനിച്ച രാജ്യത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഏതെങ്കിലും കൊള്ളാവുന്ന രാജ്യത്തേക്ക് കുടിയേറി താമസിക്കുന്ന ജിഹാദികളുടെ പ്രകൃതി തന്നെ ഇവരും കാണിക്കും. അവിടെ ചെന്ന് കത്തുന്ന വയറിനൊരു ശമനം ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ശരിയാണ്, നല്ല ശരിയാ, മറ്റൊന്നും ശരിയല്ല എന്നുള്ള ബോർഡും പിടിച്ച് തെരുവിലിറങ്ങി ബഹളമുണ്ടാക്കും. കശ്മീരിനെ ഒന്ന് ശാന്തമാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്തരത്തിലുള്ളൊരു ജനവിഭാഗത്തെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നാം ആ പ്രദേശം ഇങ്ങെടുത്താൽ വീണ്ടും പ്രശ്നബാധിത പ്രദേശമായി കശ്മീർ മാറുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ആശങ്ക ഭാരതത്തിൻ്റെ മുൻപിലുണ്ട്. എന്നിരുന്നാലും തൽക്കാലം ഭാരതത്തിന് ഇപ്പോൾ ഒരു പോപ്കോണുമൊക്കെ കഴിച്ച് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ച് കാണുന്ന ഒരു കാഴ്ചക്കാരൻ്റെ ഭൂമിക മാത്രമേ ഈ പ്രശ്നത്തിലുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ 24 മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറുകൾക്ക് ശേഷം ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ അവരുടെ അന്ത്യശാസനത്തിലെ വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണി നടപ്പാക്കുവാൻ തീരുമാനിച്ചാൽ വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം പാകിസ്ഥാൻ സൈന്യത്തിന് ഒരുപക്ഷെ വലിയ തിരിച്ചടികളും നേരിടേണ്ടി വന്നേക്കാം. കാരണം ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായി പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകളൊന്നുമല്ല. പഴയ മംഗലംജി എന്നൊക്കെ പറയുന്ന ചർക്ക തിരിച്ച് ഉള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന, നിരാഹാര സമരത്തിലൂടെ പ്രതിഷേധമറിയിക്കുന്ന ആളുകളൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് AK-47 അവർ തൽക്കാലം വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ്, പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട്. എല്ലാവരുടെ വീട്ടിലും AK-47 ഉള്ള വളരെ ശാന്ത സ്വഭാവികളായിട്ടുള്ള വ്യക്തികളാണ്. ശാന്ത സ്വഭാവികൾ എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം ഉണ്ടായാൽ, ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പാകിസ്ഥാൻ സൈന്യത്തിനും നഷ്ടം സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തന്നെയുമല്ല, ഈ റാവൽകോട്ട് പ്രദേശത്തിൻ്റെ ചുറ്റും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JWCയെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ എത്രത്തോളം ആളുകളുണ്ട്, അവരെവിടെയൊക്കെയാണ് പതുങ്ങിയിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് യാതൊരു രൂപവുമില്ല. പാക് അധിനിവേശ കാശ്മീർ അവരുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും അതിലെ ഒരു കൗതുകം പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ളൊരു ഐറണി പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷഭരിതമായ ദിവസങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ കാത്തിരിക്കുന്നു. അസീം മുനീർ സ്വിറ്റ്സർലാൻഡിലും ഗ്രീസിലും പാരീസിലും ഒക്കെയായി ചുറ്റിക്കറങ്ങി തിരികെ എത്തുമ്പോഴേക്കും പാക് അധിനിവേശ കാശ്മീർ ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ വലിയൊരു ശവശരീരങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മുന്നിലേക്കായിരിക്കും അസീം മുനീറിന് തിരികെ പാകിസ്ഥാനിൽ വന്നിറങ്ങേണ്ടി വരിക. രണ്ടായാലും ലോകത്തിൻ്റെ മുൻപിൽ ഇതുവരെ നാണം കെട്ടതിലും കൂടുതൽ തങ്ങളെക്കൊണ്ട് നാണം കെടുവാൻ സാധിക്കും. അതിനുള്ള കഴിവ് തങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേക കഴിവാണ് എന്ന് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താകുമെന്നുള്ളത് നമുക്ക് പോപ്കോണും കഴിച്ച് നിശബ്ദരായ കാഴ്ചക്കാരുടെ ഭൂമിക അഭിനയിച്ച് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.